സർ, നമ്മൾ സൗദിയുടെ പുതിയ സഖ്യരൂപീകരണത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നു. ഇതിൽ ഇന്ത്യ ആശങ്കപ്പെടണോ? നേരത്തെ തന്നെ ഈ നാറ്റോ മോഡൽ പ്രതിരോധ കരാർ പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒപ്പിട്ടിരുന്നു. ഈ സഖ്യത്തിലേക്കാണ് ഇന്ത്യയെ എതിർക്കുന്ന തുർക്കിയുടെ കൂടി വരവ്. മാത്രമല്ല, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സൈനിക സംഘർഷത്തിൽ പാകിസ്ഥാനെ ഡ്രോണുകൾ നൽകി സൈനികമായി സഹായിച്ച രാജ്യം കൂടിയാണ് ഈ തുർക്കി. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യൻ സൈനിക സിവിൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചത് തുർക്കിയിൽ രൂപകൽപ്പന ചെയ്ത ഇഹ, സോങ്കാർ തുടങ്ങിയ ലക്ഷ്യത്തിലെത്തിയ ശേഷം സ്വയം പൊട്ടിത്തെറിക്കുന്ന കാമികാസെ ഡ്രോണുകളായിരുന്നു. അതൊരു വശം. മറ്റൊന്ന്, ഗൾഫിലെ സംഘർഷം പാകിസ്ഥാനെ നേരിട്ട് ബാധിക്കുന്നില്ല എങ്കിലും ആണവശക്തിയായ ഏക മുസ്ലിം രാജ്യം എന്ന നിലയിലാണല്ലോ തുർക്കിയും സൗദിയും പാകിസ്ഥാനെ ഒപ്പം കൂട്ടുന്നത്. ആണവശക്തിയുമായുള്ള സഖ്യം തങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് ശത്രുരാജ്യങ്ങളെ പിന്തിരിപ്പിക്കുമെന്നാണ് സൗദിയുടെയും തുർക്കിയുടെയും കണക്കുകൂട്ടൽ. അപ്പോൾ മധ്യേഷ്യൻ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പുലർത്തിയിരുന്ന പരമ്പരാഗതമായ ഒരു തന്ത്രപരമായ വിട്ടുനിൽക്കൽ നയമുണ്ടായിരുന്നല്ലോ ഇതുവരെ. അതും ഇനി മാറ്റേണ്ടി വരില്ലേ? പ്രഥമ ദൃഷ്ടിയ നിരുപദ്രവകരമെന്ന് തോന്നാമെങ്കിലും സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ എത്തിച്ചേർന്നിരിക്കുന്ന കരാർ ഏറെ ആശങ്കയോടെയാണ് ഇന്ത്യ നോക്കുന്നത്. ഈ കരാർ ഇന്ത്യക്ക് എന്ത് തരത്തിലുള്ള പ്രഭാവം ചെലുത്തും, അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്തെങ്കിലും രീതിയിലുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളെ ഇതെങ്ങനെയാണ് സ്വാധീനിക്കുക? ഭാരതത്തിൻ്റെ ഭാവിയിലുള്ള വിദേശ നയത്തെ തന്നെ ഏത് രീതിയിൽ ഈ കരാർ ബാധിക്കും? ഈ വിഷയങ്ങളാണ് ഈ എപ്പിസോഡിൻ്റെ ഇതിവൃത്തം. നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ മധ്യപൗരസ്ത്യ പ്രദേശത്ത് ഒരു യുദ്ധം നടക്കും. അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധത്തിലാണ്. ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷത്തിലാണ്. ഇതിനിടയിൽപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളുടെ അമേരിക്കൻ താവളങ്ങൾ ഇറാൻ ആക്രമിക്കുന്നു. ഹോർമൂസ് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. ഹൂതികൾ ഹൈപ്പർ ആക്റ്റീവായി പ്രവർത്തിക്കുന്നു ചെങ്കടൽ മേഖലയിൽ. അങ്ങനെ ചെങ്കടൽ വഴിയുള്ള എണ്ണ ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുന്നു. ഭാഗികമായെങ്കിലും സൗദി കപ്പലുകൾക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്ത്യക്ക് ഊർജ പ്രതിസന്ധി ഉണ്ട്, ഇപ്പോൾ നിലവിലുണ്ട്. യഥാർത്ഥത്തിൽ പൂർണ്ണമായ തോതിൽ ഈ ഹോർമൂസ് വഴിയും ബാബൽ മന്ദേം വഴിയുമുള്ള കപ്പൽ ഗതാഗതം, എണ്ണ കടന്നുവരവ് സുഗമമായെങ്കിൽ മാത്രമേ ഭാരതത്തിന് ആവശ്യമുള്ള എണ്ണ ലഭ്യമാകൂ, സുഗമമായി ലഭ്യമാകൂ. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില ഉയർത്തി നിർത്തുന്നതും ഈ സംഘർഷമാണ്. സംഘർഷം അവസാനിച്ചാൽ വില ഒരു ന്യായമായ തോതിലേക്ക് താഴെ. ഇപ്പോൾ തന്നെ സംഘർഷം ലഘൂകരിക്കുന്ന സൂചനകൾ വന്നപ്പോൾ എണ്ണ വില ബാരലിന് ഏതാണ്ട് $78 താണിരിക്കുന്നു. അത് $100 കടന്നു പോയതാണ് എന്ന് ഓർക്കണം. സംഘർഷം മൂർച്ഛിച്ച് നിന്നപ്പോൾ $120 വരെ എത്തിയതാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇന്ത്യക്ക് ഒരു ഓയിൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ എനർജി സെക്യൂരിറ്റിക്ക് ഒരു വിഘാതം, ഇത് മാത്രമാണ് കൺസേൺ. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കരാർ, നല്ല സുഗമമായ എണ്ണ വ്യാപാരം നടക്കണം. അവിടെ ആക്രമണം, ഇറാൻ ഏതെങ്കിലും രീതിയിൽ സൗദി അറേബ്യ ആക്രമിച്ചാൽ പാകിസ്ഥാനും തുർക്കിയും സഹായത്തിനെത്തുന്നു. ഇന്ത്യക്ക് നേരിട്ട് യാതൊരു അസ്വസ്ഥതയും സൃഷ്ടിക്കുന്നതല്ല എന്ന് തോന്നാം. പക്ഷേ ഒന്നുകൂടി ആവർത്തിച്ച് ഇതിൻ്റെ പ്രൊവിഷൻസ് നോക്കുമ്പോൾ അപകടം പതിയിരിക്കുന്നതായി കാണാം. എന്താണ് ആശങ്ക? അപകടം എന്ന് പറയാനാവില്ല എങ്കിലും ആശങ്ക എന്താണ്? ഇതൊരു സൈനിക സഹകരണ കരാറാണ്. നേറ്റോ മാതൃകയിലുള്ള ഒരു കരാറാണ്. അതേക്കുറിച്ച് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തതുമാണ്. ഇതിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നു, ഈ 3 രാജ്യങ്ങളിൽ സൗദി അറേബ്യ ആക്രമിച്ചാൽ ഓടിയെത്തുന്നത് പാകിസ്ഥാനാണ്. അത് ന്യായം. അതുകൊണ്ട് ഇന്ത്യക്ക് യാതൊരു ദോഷവും വരാനില്ലല്ലോ. ഇറാൻ സൗദി ആക്രമിക്കുന്നു, പാകിസ്ഥാൻ സൗദിയുടെ സഹായത്തിനെത്തുന്നു. അത് നേരിട്ട് ഇന്ത്യയെ ബാധിക്കുന്ന വിഷയമല്ല. അല്ലെങ്കിൽ തുർക്കി സൗദിയെ സഹായിക്കാൻ എത്തുന്നു, അത് ഇന്ത്യയെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ ഇന്ത്യയെ ബാധിക്കും എപ്പോൾ ഏതെങ്കിലും കാരണവശാൽ പാകിസ്ഥാനും ഇന്ത്യയുമായി സംഘർഷം മൂർച്ഛിക്കുകയും യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 2ാം ഘട്ടം വരികയാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക? സൗദി അറേബ്യ വിൽ ഹാവ് ടു ജോയിൻ പാകിസ്ഥാൻ. ടർക്കി വിൽ ഹാവ് ടു ജോയിൻ പാകിസ്ഥാൻ മിലിറ്ററിലി. ഇതൊരു സഖ്യമായി ഇന്ത്യയുമായി പൊരുതേണ്ട അവസ്ഥ വരും. അത് ഇപ്പോഴത്തെ നിലയിൽ അതൊന്നും സംഭവ്യമായ കാര്യമല്ല. കാരണം സൗദി അറേബ്യ ഇന്ത്യക്ക് ചില ഉറപ്പുകൾ കൊടുത്തു. പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഒരു കരാർ, ഒരു സൈനിക സഹകരണ കരാർ ഒപ്പിട്ടല്ലോ.
ഇന്ത്യ സൗദി ആശങ്കകൾ അറിയിച്ചു. സൗദി പറഞ്ഞു ഇത് സൗദിയുടെ സുരക്ഷയ്ക്കുള്ളതാണ്, പാകിസ്ഥാൻ ഞങ്ങളെ സഹായിക്കും, പക്ഷേ പാകിസ്ഥാന്റെ സുരക്ഷയ്ക്കായി ഞങ്ങൾ എത്തുന്നത് നിങ്ങൾ അതേക്കുറിച്ച് ഭയക്കേണ്ടതില്ല എന്ന ഉറപ്പ് ഇന്ത്യക്ക് നൽകിയതാണ്. സമാനമായ ഒരു കൺസേൺ ഇന്ത്യ ഇപ്പോഴും പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇങ്ങനെ ഒരു കരാർ ഇത് സൗദിക്ക് മാത്രം ബൈൻഡിംഗ് അല്ല, പാകിസ്ഥാനും ബൈൻഡിംഗ് ആണ്. അങ്ങനെ വന്നാൽ സൗദി അറേബ്യയുടെ പണം പാകിസ്ഥാനിലേക്ക് ഒഴുകില്ലേ? പാകിസ്ഥാന് വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ ഓയിൽ റിച്ചായ സൗദി അറേബ്യയുടെ പണം എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? സ്വാഭാവികമായി സൈനിക ഉപകരണങ്ങളുടെ ട്രാൻസ്ഫർ ഉണ്ടാകാം, പണമുണ്ടാകാം, ട്രെയിനിങ് ഉണ്ടാകാം, ലോജിസ്റ്റിക്സ് സംവിധാനങ്ങൾ ഉണ്ടാകാം, ഏകോപനം ഉണ്ടാകാം, ഇൻഫർമേഷൻ ഷെയറിംഗ് ഉണ്ടാകാം. ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ഇന്ത്യ സൗദി ബന്ധം വളരെ മെച്ചമാണ്. സൗദി അറേബ്യ ഇന്ത്യയുടെ നല്ലൊരു വ്യാപാര പങ്കാളിയാണ്. ഇന്ത്യയുടെ ഏറെ ജനങ്ങൾ, പ്രവാസികൾ സൗദി അറേബ്യയിൽ വിവിധ നഗരങ്ങളിൽ ജിദ്ദയിലും ഒക്കെ ജോലിയിൽ ആണ് എന്നോർക്കണം. വലിയ രീതിയിൽ സൗദിയിൽ രണ്ടാമത്തെ വലിയ സാന്നിധ്യമാണ് ഇന്ത്യൻ ഡയസ്പോറ. ആദ്യം UAE കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇന്ത്യക്കാർ തിങ്ങിപ്പാർക്കുന്ന സൗദി അറേബ്യയിലാണ്. റിയാദിലും ജിദ്ദയിലും മാത്രമല്ല എല്ലാ സൗദി നഗരങ്ങളിലും ഇന്ത്യൻ പ്രവാസി സാന്നിധ്യമുണ്ട്. സൗദി അറേബ്യയുമായി വളരെ സഹകരിച്ച മുഹമ്മദ് ബിൻ സൽമാനും ഇന്ത്യൻ നേതൃത്വവും തമ്മിൽ സുഗമമായി തന്നെയാണ് നീങ്ങുന്നത്. ഒരു രീതിയിലും ഇന്ത്യ വിരുദ്ധമായ ഒരു പ്രസ്താവന അടുത്ത കാലത്തെങ്ങും സൗദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുകൂടി ഓർക്കണം. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല. സൗദി ഇപ്പോൾ ഇന്ത്യയുമായി സൗഹൃദമുള്ള സൗദി പാകിസ്ഥാൻ ഇന്ത്യയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ സഹായത്തിന് വരേണ്ട അവസ്ഥ വന്നാൽ ഇന്ത്യ സൗദി ബന്ധങ്ങളെ മാത്രമല്ല ബാധിക്കുക, പേർഷ്യൻ ഗൾഫ് മേഖലയുമായുള്ള ആകമാന ബന്ധങ്ങളെ ബാധിക്കാം. ഇന്ത്യൻ പ്രവാസികളുടെ സൗദിയിലെയും മറ്റ് അറബ് രാജ്യങ്ങളെ, അപ്പോൾ അവർക്കൊക്കെ ഒരു നിലപാടെടുക്കേണ്ടി വരും. യുദ്ധം എന്തെങ്കിലും ഉണ്ടായാൽ, ഇപ്പോൾ ഒരു യുദ്ധത്തെക്കുറിച്ചല്ലല്ലോ സംസാരം, പക്ഷെ യുദ്ധമുണ്ടായാൽ ഭാവിയിൽ ഒരു സൈനിക കരാറൊക്കെ ഉൾപ്പെടുമ്പോൾ ഭാവിയിൽ യുദ്ധമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ സൈനിക കരാർ. അങ്ങനെ എങ്കിൽ യഥാർത്ഥത്തിൽ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്ത് നിലപാടാവും സ്വീകരിക്കുക? ഇന്ത്യക്കൊരു നിലപാടെടുക്കേണ്ടി വരും. UAEയും ഇന്ത്യയും തമ്മിൽ സെപ്പറേറ്റായ ഒരു കരാറുണ്ട്. വളരെ ഊഷ്മളമായ ബന്ധമാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് UAEയുമായിട്ടൊരു ഫർദർ ഒരു കരാർ, ഒരു എണ്ണ വാങ്ങലുമായി ബന്ധപ്പെട്ട ഒരു കരാറാണ്. തന്ത്രപരമായ സഹകരണത്തിനുള്ള കരാർ കൂടിയാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല ബന്ധത്തിലല്ല എന്നോർക്കണം. അതുകൊണ്ടാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒപെക് കൂട്ടായ്മയിൽ നിന്നും പിന്മാറുകയും സ്വതന്ത്രമായി തീരുമാനങ്ങളെടുത്ത് ഒപെക്കിൻ്റെ നിയന്ത്രണങ്ങൾ, നിബന്ധനകൾ, കോട്ട സമ്പ്രദായം, മറ്റ് ചട്ടക്കൂടുകൾ ഒന്നും തന്നെ ബാധകമല്ല. തങ്ങൾ ആവശ്യമുള്ള അത്രയും എണ്ണ ഉത്പാദിപ്പിക്കും. തങ്ങൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക് തങ്ങൾ നിശ്ചയിക്കുന്ന രാജ്യങ്ങളുമായി കച്ചവടത്തിൽ ഏർപ്പെടും എന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഒരു തീരുമാനം നിർണായകമാണ്. മാത്രമല്ല യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ കിഴക്കൻ തുറമുഖങ്ങളിൽ നിന്നും ഹോർമൂസിലൂടെ അല്ലാതെ എണ്ണ കടത്തിക്കൊണ്ടുവരാൻ കഴിയും. ഒമാൻ ഉൾക്കടലിൽ പുറത്തു കിടക്കുന്ന ഒരു തുറമുഖം എന്ന നിലയിൽ ഫ്യൂജൈറയിൽ നിന്നും നേരിട്ട് ഇന്ത്യയിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ, എണ്ണ എത്തിക്കാൻ, പ്രകൃതിവാതകം എത്തിക്കാൻ കഴിയും എന്ന ഒരു കാര്യവുമുണ്ട്. അതുകൊണ്ട് ഇന്ത്യ സൗദി ബന്ധങ്ങൾ വഷളാവുകയാണെങ്കിൽ ഇന്ത്യക്ക് മറ്റ് ഓൾട്ടർനേറ്റീവ് തേടേണ്ടി വരുമോ? ഗൾഫ് മേഖലയിലെ തന്നെ UAE ഉൾപ്പെടെ കൂടുതൽ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് UAE കരാറിൽ പങ്കാളിയല്ല, ഈ ഭാവിയിലും പങ്കാളിയാകാൻ സാധ്യത വളരെ കുറവാണ്. മറ്റേതെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ പങ്കാളിയായാലും, ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ പങ്കാളിയായാലും UAE ഇതിൽ നിന്നും മാറി നിൽക്കാനാണ് ഇപ്പോഴത്തെ സാധ്യത. ഇത് ഇന്ത്യയുടെ പരിഗണനയിലുണ്ട്. തീർച്ചയായും അത് സൗദിയുമായി ഡീൽ ചെയ്യുമ്പോൾ ഇതെല്ലാം തന്നെ നോക്കണമല്ലോ. നിലവിൽ ഇങ്ങനൊരു ആശങ്ക ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. രാജ്യം സൗദി ആയതുകൊണ്ടും സൗദിക്ക് ഇന്ത്യയെ പൂർണ്ണമായി തള്ളിക്കളയാനും ആവില്ല. കാരണം മേഖലാ ശക്തി എന്ന നിലയിൽ ഇന്ത്യയുമായും ഈവൻ ചൈനയുമായും നല്ല ബന്ധത്തിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് സൗദി അറേബ്യ. അത് മാത്രമല്ല 2023 ചൈനയുടെ മധ്യസ്ഥതയിലാണ് വർഷങ്ങളായി ഇറാനും സൗദിയും തമ്മിലുള്ള പല തർക്കങ്ങളും ഒന്ന് ഏകോപിപ്പിച്ച് ഒന്ന് പരിഹരിച്ചു നിർത്തി, ഭാഗികമായെങ്കിലും പരിഹരിക്കാൻ, പൂർണ്ണ പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല, ഭാഗികമായിട്ടെങ്കിലും ഒരു കരാറിൽ ഏർപ്പെടാനും അവർ തമ്മിൽ ടോക്കിംഗ് ടേംസിൽ എത്തി നിൽക്കാനും സഹായിച്ചത് ചൈനയാണ്. അപ്പം സൗദിയുടെ നയം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പുരോഗമനവാദി കൂടിയായ മുഹമ്മദ് ബിൻ സൽമാന്റെ നയം, ചൈനയുമായി സൗഹൃദത്തിൽ പോകണം, ഭാരതവുമായി നല്ല സഹകരണം ഉണ്ടാകണം, അമേരിക്ക സഖ്യം പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടതില്ല, അതേസമയം പുതിയ സൗഹൃദങ്ങൾ, പുതിയ സഖ്യങ്ങൾ, ഓൾട്ടർനേറ്റീവ് സ്റ്റെപ്പിനി എന്ന നിലയിൽ പുതിയ സഖ്യങ്ങൾ, അതാണ് സൗദിയുടെ കാഴ്ചപ്പാട്.
ഇവര് സൗദി ഈസ് യൂസിങ് പാകിസ്ഥാൻ, സൗദി ഈസ് യൂസിങ് ടർക്കി. കാരണം അവരുടെ മിലിറ്ററി പവേഴ്സ് ആയതുകൊണ്ടും സൗദി വലിയ മിലിറ്ററി ശക്തി അല്ലാത്തത് കൊണ്ടുമാണ് അതേക്കുറിച്ച് ഇന്ത്യ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് സൗദി പറയുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാരണങ്ങളാൽ ആശങ്കയ്ക്ക് വകയുണ്ട്. ഇനിയാണ് തുർക്കി. ഇന്ത്യയുമായി ഒരു രീതിയിലും ശണ്ഠ കൂടേണ്ട കാര്യമില്ലാത്ത രാജ്യമാണ് തുർക്കി. പക്ഷേ അവർ അനവസരത്തിൽ പലപ്പോഴും കാശ്മീർ വിഷയത്തിൽ തുർക്കി ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അത് പാകിസ്ഥാൻ അനുകൂലവും ഇന്ത്യ വിരുദ്ധവുമായ നിലപാടാണ്. അത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പലരുടെയും കയ്യടി നേടാൻ, പാകിസ്ഥാൻ ഉൾപ്പെടെ കയ്യടി നേടാൻ തുർക്കി കാലാകാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. എർദോഗാൻ കാലഘട്ടത്തിൽ അത് ഏറെ മൂർച്ഛിച്ചിരിക്കുന്നു. അത് ഒരു ഡയമെൻഷൻ. പക്ഷെ നേരിട്ട് തുർക്കി ഇന്ത്യയെ ആക്രമിച്ചതായി രേഖകളില്ല, അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷേ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് തുർക്കിയുടെ 2 കപ്പലുകളാണ് ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് കറാച്ചി തുറമുഖത്ത്, പാകിസ്ഥാന്റെ തെക്കൻ തുറമുഖമായ കറാച്ചിയിൽ എത്തിച്ചേർന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ. അതിൽ ആയുധങ്ങളായിരുന്നു എന്നും അല്ലായിരുന്നു എന്നും നിരീക്ഷണ കപ്പലുകൾ മാത്രമായിരുന്നു എന്നും സമാധാനപരമായി എത്തിച്ചേർന്ന കപ്പലുകളാണ് എന്നും പലരും വ്യാഖ്യാനിക്കുമ്പോഴും പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള അന്തർധാര എക്കാലത്തും സജീവമായിരുന്നു. അത് അടുത്ത തലത്തിലേക്ക് എത്തുകയാണ്. ഒരു സൈനിക കരാറാണ്. ആണവശക്തിയായ പാകിസ്ഥാനും വൻ സൈനിക ശക്തിയായ തുർക്കിയും വൻ സാമ്പത്തിക ശക്തിയായ സൗദി അറേബ്യയും തമ്മിൽ കരാർ ഒപ്പിടുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യ കാശിന്റെ പറയേണ്ടതുണ്ടല്ലോ. അത് മാത്രമല്ല, തുർക്കി വികസിപ്പിച്ചെടുത്ത, പാകിസ്ഥാനിലെത്തിച്ച അത്യന്താധുനികമായ ഡ്രോണുകൾ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് പാകിസ്ഥാൻ പ്രയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഭാവിയിലും വൻ ഡ്രോൺ നിർമ്മാണ സാങ്കേതികവിദ്യയുള്ള രാജ്യമാണ് തുർക്കി എന്ന് നോക്കണം. അതുകൊണ്ട് തുർക്കിഷ് ഡ്രോണുകളും തുർക്കിഷ് റോക്കറ്റുകളും വേണ്ടി വന്നാൽ തുർക്കിഷ് വിമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, തുർക്കി കപ്പലുകൾ ഉണ്ടാക്കുന്നുണ്ട്. പല രീതിയിലും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓർഡിനൻസ് മേക്കിങ്ങിൽ സേനകൾക്ക് ആവശ്യമുള്ള സാധന നിർമ്മാണ രംഗത്ത് തുർക്കി എന്ന രാജ്യം ഒരു വൻ ശക്തി തന്നെയാണ്. അതുകൊണ്ട് ഈ ശക്തികൾ ഏകോപിപ്പിക്കുമ്പോൾ ആക്രമണം നടക്കാൻ സാധ്യത ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. അപ്പൊ ഇവിടെ ഒരു ബാലൻസിങ് ഫാക്ടർ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ആവുന്നത് ആർക്കായിരിക്കും? ഇവിടെ ഗൾഫ് രാജ്യങ്ങൾ മനസ്സോടെയെങ്കിലും പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിർബന്ധിതരാവുകയും ഇസ്ലാമിക ലോകം ഒന്നടങ്കം ഇന്ത്യക്കെതിരെ തിരികുകയും ചെയ്യുക എന്നത് ഒരു ഭാവന മാത്രമാണ്. അതൊരു കേവലം വൈൽഡ് ഇമാജിനേഷനാണ്. കാരണം ഇസ്ലാമിക ലോകത്തിന് ഇന്ത്യയുമായി ചരിത്രപരമായ വലിയ സാംസ്കാരിക ബന്ധമുണ്ട്, കച്ചവട ബന്ധമുണ്ട്. അതൊരു നിമിഷം പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് വേണ്ടി, അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇത് ബലി കഴിക്കാനൊന്നും ഇസ്ലാമിക രാജ്യങ്ങൾ തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നയം മാറ്റാൻ സാധ്യതയുള്ള മറ്റൊരു രാജ്യമുണ്ട്, അത് അമേരിക്കയാണ്. അവിടെയാണ് ഇന്ത്യയുടെ വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ. ഇപ്പോൾ നിലവിൽ ഇന്ത്യ അമേരിക്ക ബന്ധം വളരെ കോഷ്യസ് ഓപ്റ്റിമിസത്തിൻ്റെയാണ്. ഒരു ബ്ലൈൻഡായി അമേരിക്ക പറയുന്നത് വിശ്വസിക്കുന്ന ഒരു രാജ്യമല്ല ഭാരതം. അമേരിക്കയുമായി തന്ത്രപരമായ ഒരു സ്ട്രാറ്റജിക് ട്രേഡ് ഡീലിൽ എത്തിച്ചേരാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്ക അതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തി കൊണ്ടുവന്ന ചില ചട്ടങ്ങൾ, അനന്തമായ ടാരിഫുകൾ, ഓരോ കാര്യത്തിനും തൊടുകയായും പറഞ്ഞുകൊണ്ട് അഡീഷണലായി ടാരിഫുകൾ, റഷ്യയിൽ നിന്നും ഭാരതം എണ്ണ വാങ്ങുന്നു എന്ന കാരണത്താൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച അഡീഷണൽ 50% ടാരിഫ്, ഇതെല്ലാം ഒരു ഡെമോക്രസിന്റെ വാളുപോലെ തലയുടെ മേലിൽ തൂങ്ങി നിൽക്കുമ്പോൾ ഇതെല്ലാം ഒഴിഞ്ഞു പോകത്തക്ക രീതിയിൽ അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഒരു ശാസന വന്നു. അതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ഒരു മെല്ലപ്പോക്കിന്റെ അവസ്ഥയിലാണ്. അത് മാത്രമല്ല, അമേരിക്ക യുദ്ധത്താൽ പൊറുതിമുട്ടി നിൽക്കുകയാണ്. ഇറാൻ യുദ്ധത്തിൽ കടക്കുകയും തലയൂരി പോരാൻ കഴിയാതിരിക്കുകയും ചെയ്ത ഒരു അന്തരാള ഘട്ടത്തിലാണത്. മാത്രമല്ല, റഷ്യ ഉക്രൈൻ യുദ്ധവും കൊടുമ്പിരി കൊണ്ട് നടക്കുന്നു. ഉക്രൈനെ എത്ര കാലം അമേരിക്കയ്ക്ക് സഹായിച്ചു നിർത്താൻ കഴിയും? റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ നല്ല ചങ്ങാതികളാണ് എന്ന് പലയാവർത്തി ട്രംപ് പറഞ്ഞതല്ലാതെ ഇത് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ തക്ക ഒന്നും തന്നെ വ്ളാഡിമിർ പുടിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം നിരന്തരം ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് ആവശ്യത്തിലധികം ടെൻഷനുണ്ട്. ട്രംപ് തന്നെ വരുത്തിവെച്ച പല വിനകളുണ്ട്. ഗ്രീൻലൻഡ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു, ഡെൻമാർക്കിനെ പിണക്കി. കാനഡ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു, കാനഡ എന്ന രാജ്യത്തെ മൊത്തമായി പിണക്കി. മെക്സിക്കോയുമായി നല്ല ബന്ധമല്ല, ലാറ്റിൻ അമേരിക്കയിൽ മഡുറായി പിടിച്ചുകൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്നു എന്നു വേണ്ട അമേരിക്ക ചെയ്ത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ ചുരുക്കിയ കാലം കൊണ്ട് 2ാം ട്രംപ് ഭരണകൂടം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ലോകരാജ്യങ്ങളുടെ ഇടയിൽ അമേരിക്കയെ വലിയ വെറുപ്പിന്റെ പാത്രമാക്കി മാറ്റി നിർത്തിയിട്ടുണ്ട്. ചൈന അമേരിക്ക ബന്ധവും അത്ര സുഗമമല്ല. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി
അമേരിക്കക്ക് ആത്യന്തികമായി ഇങ്ങനെ ഒരു ഇസ്ലാമിക ലോകത്ത് ഒരു ഇസ്ലാമിക നേറ്റോ രൂപപ്പെട്ടു വരികയാണ് എന്ന് കരുതുക. അതായത് സൗദി, തുർക്കി, പാകിസ്ഥാൻ, പിന്നീട് ഈജിപ്ത് എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇസ്ലാമിക നേറ്റോ എന്ന രൂപത്തിലോ മറ്റേതെങ്കിലും രൂപത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്ന കരാറിന്റെ ചുവട് പിടിച്ചുകൊണ്ട് എത്തിച്ചേർന്നാൽ അമേരിക്കയ്ക്ക് മാറി ചിന്തിക്കേണ്ടി വരും. പാകിസ്ഥാനെ പൂർണ്ണമായി കൈവിടുമോ എന്ന് ഉറപ്പില്ല. കാരണം പാകിസ്ഥാൻ അമേരിക്ക ഏറെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ സൈന്യം വലിയ രീതിയിൽ അമേരിക്കയെ ആശ്രയിക്കുന്നു. അസിം മുനീർ, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയേക്കാൾ പ്രിയങ്കരൻ അസിം മുനീർ തന്നെയാണെന്നാണ് എൻ്റെ ചിന്ത. അതുകൊണ്ടാണ് നിരന്തരമായി അസിം മുനീർ അമേരിക്കയിലെത്തി ചർച്ചകൾ നടത്തുകയും ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു സാധ്യത നിലനിൽക്കുന്നു. പാകിസ്ഥാൻ അമേരിക്ക ബന്ധങ്ങളിൽ വിള്ളൽ വീഴാൻ ആത്യന്തികമായി ഇത് ഇസ്രായേലിനെതിരെ തിരിയും. ഇറാനെതിരെ മാത്രമല്ല, ഈ സഖ്യം ആത്യന്തികമായി ഇസ്രായേലിനെതിരെ ഉള്ള ഒരു സഖ്യമായി രൂപപ്പെടുമ്പോൾ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ കൈവിടാനാവുമോ? ഇല്ല എന്നാണ് ഉത്തരം. ഒരിക്കലും ഇല്ല എന്നാണ് ഉത്തരം. കാരണം ഇസ്രായേലി ലോബി, ജൂയിഷ് ലോബി അമേരിക്കയിൽ ആക്റ്റീവായിരിക്കുന്നിടത്തോളം കാലം അമേരിക്കൻ ഡെസിഷൻ മേക്കിംഗ് സ്ട്രക്ചറിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇസ്രായേലിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനങ്ങൾ എടുക്കാനാവില്ല. ഈ സഖ്യം ഇസ്ലാമിക നേറ്റോ ഇസ്രായേലിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എങ്കിൽ സ്വാഭാവികമായി ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള അടുപ്പം കൂടാനാണ് സാധ്യത. സ്വാഭാവികമായി ഇന്ത്യ, ഇസ്രായേൽ, അമേരിക്ക ഒരു അച്ചുതണ്ട് കൂടുതൽ ദൃഢമാക്കാനാണ് സാധ്യത. ഇപ്പോഴത്തെ നിലയിൽ അത് ഇന്ത്യ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇന്ത്യക്ക് പൂർണ്ണമായി അമേരിക്കയെ വിശ്വസിക്കാനാവില്ല. കച്ചവട കണ്ണുകൂടിയാണ് അമേരിക്ക ഇന്ത്യയുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ണുപടച്ച് വിശ്വസിക്കാനാവില്ല. ഇസ്രായേൽ എത്രയോ കാലമായി ഇന്ത്യയുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന രാജ്യമാണ്. 1992 വരെ ഒരു ബന്ധവുമില്ലായിരുന്നു. പിന്നീട് ഇപ്പോൾ മാറി വന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഇസ്രായേൽ ബന്ധം ഊഷ്മളമാണ്. പക്ഷെ ഒരു ബാലൻസിങ് ആക്ടിലാണ് ഇന്ത്യ ഇറാനുമായും ഇസ്രായേലുമായും അമേരിക്കയുമായും ഗൾഫ് രാജ്യങ്ങളുമായും എല്ലാം തന്നെ ഒരുപോലെ ഇടപെട്ടുകൊണ്ട് ഒരു ഗ്രേറ്റ് ബാലൻസിങ് ആക്ടാണ്, ഒരു ടൈറ്റ് റോപ്പ് വാക്കിംഗ് ആണ്. നയതന്ത്രപരമായ ഒരു ഞാടിന്മേൽ കളിയും ഈ കയറ് കെട്ടിയുള്ള നടത്തവുമാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ബാലൻസിങ്ങിൽ മാറ്റമുണ്ടാകുമോ? കാരണം പാകിസ്ഥാൻ വലിയ രീതിയിൽ രംഗത്ത് വരുന്ന ഘട്ടം ആലോചിച്ച് നോക്കൂ. അവിടെ ചൈനയും രംഗത്ത് വന്നേക്കാം. ചൈനയും പാകിസ്ഥാൻ തമ്മിൽ അവിടെയും സങ്കീർണമാണ്. അമേരിക്ക ചൈന ബന്ധങ്ങളെ കൂടി ആശ്രയിച്ചിരിക്കും. ചൈന പാകിസ്ഥാൻ ബന്ധം ഇത്രയും കാലം അമേരിക്ക, പാകിസ്ഥാൻ, ചൈന ഇതെല്ലാം തന്നെ നോർമലൈസ് ചെയ്യാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ചൈനയും അമേരിക്കയും തമ്മിൽ വൈജാത്യങ്ങളുണ്ട് എങ്കിലും പാകിസ്ഥാന്റെ കാര്യം വരുമ്പോൾ ചൈനയും പാകിസ്ഥാനെ സഹായിച്ചിരുന്നു, അമേരിക്കയും പാകിസ്ഥാനെ സഹായിച്ചിരുന്നു, ഇപ്പോഴും സഹായിക്കുന്നു. വളരെ സങ്കീർണമാണ് സാഹചര്യം. അതുകൊണ്ട് ഇന്ത്യക്ക് ചൈനയിൽ നിന്ന് ഭാവിയിൽ കടന്നു വരാൻ സാധ്യതയുള്ള ത്രെട്ട് നോക്കേണ്ടതുണ്ട്. ചൈന പാകിസ്ഥാൻ ബന്ധത്തെ സംശയകരമായി നോക്കണം. ഇപ്പോഴിതാ പാകിസ്ഥാനും അറബ് രാജ്യങ്ങളും ചേർന്ന് വലിയ സഖ്യത്തിലാവുന്നു. അങ്ങനെയെങ്കിൽ എന്താവും സംഭവിക്കുക? ചൈനയും അറബ് രാജ്യങ്ങളും പാകിസ്ഥാനും എല്ലാം ചേർന്നുകൊണ്ട് ഒരു ജിയോ പൊളിറ്റിക്കൽ ഒരു ഡോമിനൻസ് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ എത്തി നിന്നാൽ ഇന്ത്യക്ക് മുമ്പിലുള്ള ഓപ്ഷൻസ് ലിമിറ്റഡ് ആകും. അപ്പോൾ അമേരിക്കയ്ക്ക് കൂടുതൽ എക്സ്പോഷർ അനുവദിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. ഇതൊന്നും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സഖ്യത്തെ ഇന്ത്യ കാണുന്നത് ലേശം ആശങ്കയോടെയാണ്. എങ്കിലും ഇന്ത്യക്ക് ആത്മവിശ്വാസമുണ്ട്. കാരണം ഇത് കോൺട്രഡിക്ടറിയാണ്. ഇന്ത്യയുടെ പോയിന്റാണ് ഞാൻ പറയുന്നത്. ഇത് കോൺട്രഡിക്ടറിയാണ്. എന്തുകൊണ്ടാണ്? ഇറാനെതിരെ എന്ന രൂപത്തിൽ ചിലർ കാണുന്ന സഖ്യം ഇസ്രായേലിനെതിരെ ആത്യന്തികമായി തിരിയാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഈ സഖ്യത്തിൽ തന്നെ വിള്ളലുകൾ ഉണ്ടാവാം. നമ്പർ 1. നമ്പർ 2, UAE മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ സഖ്യമെല്ലാം ഉണ്ടാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ ഇടയിൽ തന്നെ കാര്യമായ ഏകോപനമില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വായിച്ചെടുക്കാവുന്നത്. 3, ഒപ്പെക്കിന്റെ ഗൾഫ് രാജ്യങ്ങളോട് ഒപ്പെക്കിന്റെ നിർണായകമായ ചാലക ശക്തികൾ മറ്റു രാജ്യങ്ങളും ഉണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഒക്കെ ഒപ്പെക്കിന്റെ ഭാഗമാണ്. പക്ഷേ ഒപ്പെക്ക് ഭാവിയിൽ നിർജീവമാകാനും എണ്ണ വിപണി കുറച്ചുകൂടി വിതരണാത്മകമാകാനുമുള്ള സാധ്യത ഭാരതം കാണുന്നത് ചൈനയ്ക്കും ഇന്ത്യക്കും ഗുണകരമാണ്. ഇപ്പോൾ സൈനിക സഖ്യമാണ് എങ്കിൽ പോലും ഇതുണ്ടാക്കുന്ന ഇക്കണോമിക് ഓവർച്യൂഴ്സ് ചില്ലറയല്ല. അതുകൊണ്ട് ആകമാന ബന്ധങ്ങളിലെ ആകമാന പൊളിച്ചെടുത്ത് വേണ്ടി വന്നേക്കാം ഇറാനുമായി. അങ്ങനെയെങ്കിൽ ഇറാനും ഇന്ത്യയും തമ്മിൽ കൂടുതൽ അടുക്കേണ്ടി വരും. പാകിസ്ഥാൻ ഇറാനെതിരെ യുദ്ധം ചെയ്യേണ്ടി വരും. ഇറാൻ സൗദി ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇറാനിൽ കൊണ്ടുപോയി ബോംബിടുമോ? ഇതാണ് ചോദ്യം. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഇറാൻ ഇന്ത്യയുമായി ഏറെ സഹകരിക്കേണ്ടി വരും. അപ്പോൾ അമേരിക്കയുടെ നിലപാട് എന്താവും? അവിടെ കൂടുതൽ സങ്കീർണമാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു നിലപാട് മാറ്റം അവിടെ വേണ്ടിവരും.
ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഇത് കഴിച്ചിട്ടിറക്കാനുമായ മധുരച്ചിട്ട് തുപ്പാനുമായ എന്ന അവസ്ഥയിലാണ് പല രാജ്യങ്ങളും. ഇസ്രയേലും അങ്ങനെ തന്നെയാണ് അവസ്ഥ. ഇസ്രയേൽ കൺഫ്യൂസ്ഡ് ആണ്. ഇത് ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഇറാനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. തങ്ങൾക്ക് നല്ലതാണ്. ഇപ്പം തങ്ങളെ തന്നെ നാളുകൾ ടാർഗറ്റ് ചെയ്താൽ അത് ബുദ്ധിമുട്ടായി വരും. അമേരിക്കയ്ക്ക് ഇതെങ്ങനെ പരിഹരിക്കും? ഒരെത്തും പിടിയുമില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് അമേരിക്ക. അപ്പോൾ ഒരു ഭൂതത്തെ കുടത്തിൽ നിന്നും തുറന്നു വിട്ടിരിക്കുന്നു. അത് സൗദി അറേബ്യയാണ്. സൗദിയുടെ സെക്യൂരിറ്റി പെർസെപ്ഷൻസ് ആണ്, അല്ലെങ്കിൽ ആകുലതകളാണ്, സെക്യൂരിറ്റി ത്രെട്ടുകളാണ് ഇങ്ങനൊരു സഖ്യത്തെക്കുറിച്ച് ചിന്തിപ്പിച്ചത് തന്നെ. ലൈക്ക് ഇത് പാകിസ്ഥാൻ ആശയമൊന്നുമല്ല, പക്ഷേ ഇഫക്റ്റീവ്ലി ഇത് പല തലങ്ങളിൽ ബുദ്ധിമുട്ട് പല രാജ്യങ്ങൾക്കും ഉണ്ടാക്കുന്നു. അവിടെയാണ് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ നാളുകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സംഘർഷങ്ങളിൽ ഈ സമിതി, പുതിയതായി രൂപപ്പെട്ട ഈ ത്രിരാഷ്ട്ര സൈനിക സഖ്യം, തുർക്കി സൗദി പാകിസ്ഥാൻ സഖ്യം ഏത് രീതിയിലാണ് രംഗത്ത് വരിക? അതായിരുന്നു ഈ എപ്പിസോഡിന്റെ ഇതിവൃത്തം. ഇൻട്രസ്റ്റിംഗ് ടൈംസ് ആർ അഹെഡ്. വളരെ കോൺഷ്യസ് ആയി നീങ്ങേണ്ട സമയമാണ്. ഭാരതം ചുവടുകൾ വയ്ക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം എന്നതാണ് നയതന്ത്ര രംഗത്തുള്ളവരുടെ അഭിപ്രായം. കാരണം പരസ്യമായ പ്രതികരണങ്ങളല്ല ഇപ്പോൾ ആവശ്യം, ശക്തമായ ബന്ധങ്ങളാണ്. സൗദിയുമായി നല്ല ബന്ധമാണ് ഇന്ത്യക്കുള്ളത്, നിലനിർത്താൻ കഴിയണം. തുർക്കിയുമായുള്ള ബന്ധം വളരെ വളരെ മെച്ചപ്പെട്ടെന്ന് കരുതാനാവില്ല, പക്ഷേ തുർക്കിയുമായി സമാന്തരമായി നല്ല ബന്ധത്തിൽ പോകാനുള്ള കഴിവുണ്ടാകണം. ഇറാൻ എന്ന രാജ്യത്തെ ചേർത്ത് പിടിക്കാവുന്നിടത്തോളം ചേർത്ത് പിടിക്കാൻ കഴിയണം. പക്ഷേ ഇറാന്റെ എല്ലാ സാഹസത്തിനും ഇന്ത്യ അനുകൂലമാണ് എന്ന് വരുന്നത് ശരിയല്ല. അത് മാത്രമല്ല, ഭാവിയിൽ ഇതെല്ലാം ഉപരോധമെല്ലാം മാറി സമാധാനം വന്നു കഴിഞ്ഞാൽ വൻതോതിൽ ഇറാനിയൻ എണ്ണ ഇന്ത്യയിലെത്തും. ഒരുപക്ഷെ വളരെ ഇന്റർനാഷണൽ വിപണിയിൽ അവൈലബിൾ ആകുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ, കുറഞ്ഞ തോതിൽ, വളരെ അടുത്ത് കിടക്കുന്ന രാജ്യമായി ഇന്ത്യയിൽ ഇറാനിയൻ എണ്ണ എത്തും. നേരത്തെ ഒരു പദ്ധതി തന്നെ ഉണ്ടായിരുന്നല്ലോ, ഇറാൻ ഇന്ത്യ പൈപ്പ് ലൈൻ. ഗ്യാസ് പൈപ്പ് ലൈനും ഗ്യാസ് പ്രകൃതിവാതകം സമ്പുഷ്ടമാണ്. ഖത്തറും ഇറാനുമാണ് വൻതോതിൽ പ്രകൃതിവാതകമുള്ള രാജ്യങ്ങൾ. ഇതെല്ലാം ഇന്ത്യയുടെ ഊർജ സുരക്ഷ അഡ്രസ് ചെയ്യാൻ ആവശ്യമാണ്. അതുകൊണ്ട് യുദ്ധത്തിലേക്കൊന്നും ഈ സമിതിയൊക്കെ ഇങ്ങനെ പേപ്പറിൽ ഒതുങ്ങും. എൻ്റെ ചിന്ത ഇതാണ്. ആശങ്കയ്ക്ക് വകയുണ്ട്, അത് തിയററ്റിക്കലാണ്. പക്ഷെ ഇപ്പോൾ നിലവിൽ ഇത് കടലാസിൽ ഒതുങ്ങാനാണ് സാധ്യത. കാരണം ആഭ്യന്തരമായ ഏറെ വൈരുദ്ധ്യങ്ങളുണ്ട്. പൊതുവെ നോക്കുമ്പോൾ ഇസ്ലാമിക ഡേറ്റോ എന്നൊക്കെ പറയാമെന്നല്ലാതെ ആഭ്യന്തരമായി ഏറെ വൈവിധ്യങ്ങളുണ്ട്. ഇത് എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാനാവില്ല. ഒരറ്റം പൂട്ടിക്കെട്ടുമ്പോൾ മറ്റേ അറ്റം ലൂസാകും. അങ്ങനെയുള്ളൊരു സംഘടനയാണ് ഇത്. അതുകൊണ്ട് ഇപ്പോൾ അനാവശ്യമായ ആശങ്കകൾക്ക് ഒന്നും അടിസ്ഥാനമില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതേസമയം ലോങ് ടേം ഒരു വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യ നടത്തേണ്ടതുണ്ട്. ബന്ധങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പാകിസ്ഥാനുമായി അനാവശ്യമായ പോരാട്ടങ്ങളിലേക്ക് എത്തിച്ചേരാൻ, അല്ലെങ്കിൽ ഇന്ത്യ വിചാരിക്കുന്നതുകൊണ്ടല്ലോ, പാകിസ്ഥാൻ നിരന്തരം ചൊറിയുമ്പോൾ ഇന്ത്യ അതിർത്തിയിൽ സേനാവിന്യാസം ശക്തമാക്കുകയും നിരീക്ഷണ സംവിധാനങ്ങൾ അതിശക്തമാക്കുകയും ഇന്റലിജൻസ് നെറ്റ്വർക്ക് പരമാവധി കാര്യക്ഷമമാക്കുകയും ഈ സിന്ദൂർ മോഡലിലുള്ള അറ്റാക്ക് പരമാവധി ഒഴിവാക്കി നിർത്തുകയും ചെയ്യുക എന്നതാണ് ഒരു വഴി. അത് മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാൻ അഹങ്കരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ മധ്യസ്ഥത വഹിക്കുന്നു, അമേരിക്കയ്ക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു ഇറാനുമായുള്ള ചർച്ചയിൽ. അത് ഒരു അഹങ്കാരം. രണ്ട്, ഇപ്പോൾ ഇതാ തങ്ങളെ ആരും തൊടില്ല. സൗദിയുടെ ഫിനാൻഷ്യൽ മസിലും തുർക്കിയുടെ മിലിറ്ററി പൊട്ടൻഷ്യലും തങ്ങൾക്ക് പിന്നിലുണ്ട്. അമേരിക്ക എക്കാലത്തും തങ്ങളെ സഹായിക്കും. ഇല്ല, ഒരിക്കലുമില്ല. അമേരിക്കയ്ക്ക് എക്കാലത്തും പാകിസ്ഥാനെ സഹായിക്കാനാവില്ല. തുർക്കിയും സൗദിയും രംഗത്ത് വരുമ്പോൾ അമേരിക്കയ്ക്ക് ആ രീതിയിൽ പാകിസ്ഥാനെ അങ്ങനെ സഹായിക്കാനൊന്നും ആവില്ല. കാരണം അത് വേറെ ചില ഓവർച്യൂസ് ഉണ്ടാകും. അവിടെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്രം കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കേണ്ട നാളുകളാണ് ഇനിയും. അല്ലാത്ത യുദ്ധം വരും എന്ന രീതിയിലല്ല നോക്കുന്ന നയതന്ത്രപരമായ പരിഹാരങ്ങൾ വിവിധ വിഷയങ്ങളുണ്ട്. വ്യാപാര യുദ്ധം, അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധം സുഗമമായി പരിഹരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് എത്തണം. ട്രംപ് വരും പോകും. ട്രംപിന് ശേഷം അമേരിക്കയുണ്ടല്ലോ, മറ്റൊരു പ്രസിഡന്റ് ഉണ്ടാവും. കുറച്ചുകൂടി വ്യക്തമായി ഇന്ത്യക്ക് കൈകാര്യം ചെയ്യാവുന്ന, ഇന്ത്യക്ക് ഇടപെടാനാവുന്ന ഒരു പ്രസിഡന്റ് അമേരിക്കയിൽ വരാനുള്ള സാധ്യതയൊന്നും ഭാവിയിൽ തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ഇന്ത്യ നീഡ്സ് ടു കീപ് ഓൾ ഓപ്ഷൻസ് ഓപ്പൺ. ആദ്യ പരിഗണന നയതന്ത്രത്തിന് തന്നെയായിരിക്കണം. യുദ്ധം വരും എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഒരിക്കലും ആ രീതിയിൽ പൊസിഷൻ ചെയ്യേണ്ട കാര്യമില്ല. നയതന്ത്രത്തിന് തന്നെയാവണം ആദ്യ പ്രിഫറൻസ്. പക്ഷേ അന്തരീക്ഷത്തിൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള സംഘർഷത്തെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ സമാന്തരമായി നടപ്പാക്കുകയും വേണമെന്നതാണ് ഇന്ത്യയുടെ പൊസിഷൻ.